നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ സെഡേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ട്, അനസ്തറ്റിക് ടെക്നീഷ്യൻ ഉണ്ട്, ടെക്നീഷ്യൻ നേഴ്സുണ്ട്, വിവിധങ്ങളായ റോളുകൾ അവിടെയുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ കഴിയുന്നത്ര മേഖലകളിൽ ഈ പ്രൊസീജിയറൽ സെഡേഷൻ കൊടുക്കാനായിട്ട്, അതിപ്പോൾ ഒ പി ആണെങ്കിലും മൈനർ ഒ ടി ആണെങ്കിലും എമർജൻസി മെഡിസിനിൽ അതിന് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അതൊരു ടെക്നീഷ്യൻ ജോബ് അല്ല. വെൻ എവർ എ പേരൻ്റൽ റൂട്ട്, അതായത് നമ്മുടെ IM ആ രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് ഡയറക്റ്റായിട്ട് സഡേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു സമയത്ത് അതൊരു ഡോക്ടറോ നേഴ്സോ അഡ്മിനിസ്റ്റർ ചെയ്യണം. അത് സൂപ്പർവിഷൻ ഉണ്ടാവണം. നേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡോക്ടറുടെ സൂപ്പർവിഷൻ ഉണ്ടാവണം. ആ രീതിയിൽ വളരെ കെയർഫുള്ളായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്നതിനുള്ള പരിശീലനം കിട്ടിയവർ മാത്രമാണ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത്. COP TOLC ഇങ്ങനെയാണ് നമ്മളെ നിർദ്ദേശിക്കുക. ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് സ്റ്റാൻഡേർഡിൻ്റെ പാർട്ടാകുന്നത് കോമ്പിറ്റൻറ്റ് ആൻഡ് ട്രെയിൻഡ് പേഴ്സൺ അഡ്മിനിസ്റ്റർ പ്രൊസീജിയറൽ സെഡേഷൻ. അവർക്കതിനുള്ള കഴിവുണ്ടാകണം, കോമ്പിറ്റൻ്റ് ആയിരിക്കണം, അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അവർ മാത്രമാണ് ചെയ്യേണ്ടത്. ശ്രദ്ധയോടെ നമുക്കത് കൈകാര്യം ചെയ്യാം.